എന്റെ മുന്നിൽ വെച്ച് ദുർഗയെ തല്ലാൻ നോക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിതെവിടെ പോന്നു? അവര് കാര്യം പറയുന്ന കേട്ടില്ലേ? ഇവിടെ നിക്ക്. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത് ആവർത്തിച്ചോണ്ടിരിക്കുക. അതൊട്ടും നല്ലതിനല്ല. നിന്നെ ഞാൻ ഏയ് കിരൺ, ഞാൻ ദുർഗയെ തല്ലിയ നീ എന്നെ കൊല്ലോ? എങ്കിലും അതൊന്നും അറിയണമല്ലോ. ഒന്ന് നിർത്താമോ? ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെ എല്ലാവരോടും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? പൂർണ്ണിമ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. ദുർഗ അഷിയെ തല്ലിയത് പൂർണ്ണിമ അറിഞ്ഞില്ലേ? ഓ, അതിനാണോ ഇത്രയും വലിയ ബഹളം? ദുർഗയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. അതാ അതിന്റെ ശരി. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ആ സമയത്ത് ദുർഗ അഷിതെ തല്ലിയില്ലായിരുന്നെങ്കിലേ ഞാൻ ഇവളെ തല്ലിയേനെ. പൂർണിമ തല്ലിയ അത് ഞങ്ങൾ പോട്ടേന്നങ്ങ് വെക്കും. കാരണം പൂർണിമയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്. പൂർണിമയുടെ അനിയന്റെ ഭാര്യയല്ലേ ഇവള്. എന്നേക്കാൾ അവകാശം ദുർഗയ്ക്കുണ്ടല്ലോ. അഷിത ദുർഗയുടെ അനിയത്തിയല്ലേ? നിങ്ങളെല്ലാം ഒരേ കുടുംബമല്ലേ? അങ്ങനെ പറയല്ലേ. ഇവള് ഞങ്ങളുടെ കുടുംബത്തിലെ ഒന്നുമല്ല. ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടുമില്ല. ബന്ധങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളിപ്പോ ദേഷ്യത്തിൽ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ സംസാരിച്ചാ നമ്മൾ എങ്ങും എത്തില്ല. കുറച്ചു സമയം സമാധാനായിട്ടൊന്നിരിക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പൂർണ്ണിമേ, എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. നിങ്ങളുടെ അനിയൻ പൃഥ്വി കല്യാണം കഴിച്ചത് അഷിതയല്ലേ? പിന്നെന്താ അവൾക്കില്ലാത്ത പ്രാധാന്യം ദുർഗയെ കൊടുക്കുന്നേ? അവൾക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? ഇത് ഞാനും കുറെ പ്രാവശ്യം ചോദിച്ചതാ. ഈ വീട്ടിലെ പലരും ചോദിച്ചു. ഇതിന് മാത്രം ആരും ഒരു ഉത്തരം തന്നില്ല. അഷിതേ, നീ തെറ്റ് ചെയ്തിട്ടാ ദുർഗ നിന്നെ തല്ലിയത്. അതിന് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ വഷളാക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞ എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവുന്നേ? പൃഥ്വി എന്നെ 4 ആൾ അറിഞ്ഞ് ഈ വീട്ടിലെ മരുമകളായി താലി കെട്ടി കൊണ്ടുവന്നതാ. പക്ഷെ ഇവളോ വീട്ടിൽ പോലും പറയാതെ ഒളിച്ചോടി കല്യാണം നടത്തി തെണ്ടി തിരിഞ്ഞ് കേറി വന്നതാ. അതും ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ഊരും പേരും അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയാത്ത ഇവന്റെ കൂടെ. ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നെക്കാൾ അധികാരവും ആദരവും കൊടുക്കാനും മാത്രം എന്ത് മഹാകാര്യം ഇവര് ചെയ്തേ? ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞതാ.